എല്ലാവർക്കും ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കരേട്ടയിൽ എങ്ങനെയാണ് എൻവയൺമെൻറ്റ് സ്വിച്ച് ചെയ്ത് API ടെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എൻവയൺമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേജിങ്, QA, ഡെവലപ്മെൻറ്റ്, ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സിൽ റിയൽ ടൈമിൽ നമുക്ക് API ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കരേട്ടയിൽ വളരെ ഈസി ആയിട്ട് എൻവയൺമെൻറ്റ് സ്വിച്ച് ചെയ്ത് നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ എക്ലിപ്സ് IDE ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേട്ട API ടെസ്റ്റ് എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് ഫോൾഡറിൻ്റെ അകത്ത് com.test എന്ന് പറഞ്ഞൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ പാക്കേജിനകത്ത് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് .feature എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫയലിനകത്ത് ഒരു ഫീച്ചറുണ്ട്, അതുപോലെ ഒരു സെനാരിയോ ഉണ്ട്. ഫീച്ചറിൻ്റെ പേര് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് ഫീച്ചർ എന്നും സെനാരിയോയുടെ പേര് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് സെനാരിയോ എന്നുമാണ്. ഈ സെനാരിയോയ്ക്കകത്തൊരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഉള്ളത്. സം URL ബേസ് എന്ന വേരിയബിളിലെ വാല്യൂ കൺസോളിൽ പ്രിൻറ്റ് ചെയ്യിക്കുന്ന ഒരു കോഡ് മാത്രമാണ് ഈ ഫീച്ചർ ഫയലിനകത്ത് സെനാരിയോയ്ക്കകത്ത് എഴുതിയിരിക്കുന്നത്. സം URL ബേസ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ കരേട്ടെ പിക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് കരേട്ടയിലെ കോൺഫിഗറേഷൻ ഫയലായ karate-config.js എന്ന ഫയലിനകത്താണ്. ഇവിടെ സം URL ബേസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ കാണാം. അതുപോലെ ഈ കോൺഫിഗറേഷൻ ഫയലിനകത്ത് സ്റ്റേജ് എന്നൊരു എൻവയൺമെൻ്റ് ഉണ്ട്, അതുപോലെ E2E എന്ന് പറഞ്ഞ എൻവയൺമെൻ്റ് ഉണ്ട്. ഈ എൻവയൺമെൻറ്റിലേക്കായിരിക്കും നമ്മൾ പിന്നീട് സ്വിച്ച് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ SampleTest.java എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് ടെസ്റ്റ് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടെസ്റ്റ് മെത്തേഡ് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് എന്ന ഫീച്ചർ ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻവയൺമെൻറ്റ് സ്വിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫീച്ചർ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് JUnit ടെസ്റ്റ്. നിങ്ങൾക്ക് ലോഗ് നോക്കിയാൽ കാണാം, Karate.env സിസ്റ്റം പ്രോപ്പർട്ടി വാസ് നൾ. സം URL ബേസ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ഈ ഒരു വാല്യൂ ആണ് കരേട്ടെ പിക്ക് ചെയ്തെടുത്ത് കൺസോളിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാല്യൂ വന്നിരിക്കുന്നത് വേർ കോൺഫിഗ് എന്ന സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന സം URL ബേസ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ്. ഇനി നമ്മൾ എൻവയൺമെൻറ്റ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി SampleTest.java എന്ന ക്ലാസ്സിലെ ടെസ്റ്റ് എൻവയൺമെൻറ്റ് സ്വിച്ചിങ് എന്ന മെത്തേഡിൽ ഒരു ന്യൂ മെത്തേഡ് കോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മെത്തേഡിൻ്റെ പേര് Karate.env എന്നുള്ള മെത്തേഡാണ്. ഇതിൽ സ്വിച്ച് ചെയ്യേണ്ട എൻവയൺമെൻറ്റ് വാല്യൂ നമുക്ക് പാസ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യമേ സ്റ്റേജ് എന്നുള്ള എൻവയൺമെൻറ്റ് വാല്യൂ കൊടുക്കുന്നു. ഇനി ഞാൻ ഈ ജാവ ക്ലാസ് റൺ ചെയ്യുവാണ്. എക്സിക്യൂട്ടായി. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം Karate.env സ്റ്റേജ് എന്നുള്ള വന്നിരിക്കുന്നത്. ഇവിടെ അത് വന്നിട്ടുണ്ട്. അതുപോലെ സം URL ബേസ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ചേഞ്ച് ആയി. നമ്മൾ സ്റ്റേജ് എന്ന എൻവയൺമെൻറ്റിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ karate-config.jsലെ സ്റ്റേജ് എന്ന എൻവയൺമെൻറ്റ് കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ ആണ് സം URL ബേസ് എന്ന വേരിയബിളിന് പ്രൊവൈഡ് ചെയ്തത്. ഇനി നമ്മൾ ഇതേ കാര്യം റിപ്പോർട്ടിൽ നോക്കുവാണ്. എൻവയൺമെൻറ്റിൻ്റെ വാല്യൂ ഇവിടെ കരേട്ടയിലെ സമ്മറിയിൽ ചെയ്യും. അതേപോലെ റിപ്പോർട്ടിൽ നമുക്കത് കാണാൻ സാധിക്കും. ഞാൻ ഈ റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുവാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റേജ് എന്നുള്ളത് വന്നിരിക്കുന്നത്. അതുപോലെ കൺസോളിൽ വന്ന ലോഗ്സ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റേജ് എന്നുള്ള മാറ്റി E2E എന്ന എൻവയൺമെൻറ്റിലേക്ക് സ്വിച്ച് ചെയ്യുവാണ്. E2E അതിനുശേഷം ഫയൽ സേവ് ചെയ്യുന്നു, റൺ ആസ് JUnit ടെസ്റ്റ്. നിങ്ങൾക്ക് കാണാം ഇവിടെ E2E എന്നുള്ള വന്നിരിക്കുന്നത്. അതുപോലെ സം URL ബേസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ കരേട്ടെ എൻവയൺമെൻറ്റായ E2E നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ ചേഞ്ച് ഇവിടെ സമ്മറിയിലും കാണാം. അതുപോലെ റിപ്പോർട്ട് റിഫ്രഷ് ചെയ്താൽ ആ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റിപ്പോർട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റേജ് എന്നുള്ള വാല്യൂ മാറി E2E എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻവയൺമെൻറ്റ് ചേഞ്ച് എങ്ങനെ കമാൻഡ് ലൈനിൽ കൂടെ Maven കമാൻഡ് യൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും നോക്കാം. ഞാൻ അതിനുവേണ്ടി ഈ മെത്തേഡ് റിമൂവ് ചെയ്യുവാണ്. ഞാൻ ഈ പ്രൊജക്റ്റ് ഓൾറെഡി കമാൻഡ് ലൈനിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കമാൻഡ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് അത് റീയൂസ് ചെയ്യാം. ഞാൻ E2 എന്നുള്ള മാറ്റി സ്റ്റേജ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം കമാൻഡ് പേസ്റ്റ് ചെയ്യുന്നു.
നിങ്ങൾക്ക് ലോഗ് നോക്കിയാൽ കാണാം സ്റ്റേ എന്നുള്ളത് വന്നിരിക്കുന്നത്. അതുപോലെ സം URL ബേസ് എന്നുള്ള ആ വേരിയബിളിൻ്റെ വാല്യൂ സ്റ്റേജ് എന്ന എൻവയോൺമെൻറ്റിൽ നിന്ന് കരേറ്റ് പിക്ക് ചെയ്തെടുത്തു. ഞാൻ ആ റിപ്പോർട്ടും കൂടെ റിഫ്രഷ് ചെയ്യുമ്പോൾ E2 എന്നുള്ള വാല്യൂ മാറി സ്റ്റേജ് എന്നുള്ള വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് എൻവയോൺമെൻറ്റ് E2 ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെയിം കമാൻഡിൽ ആ എൻവയോൺമെൻറ്റിൻ്റെ വാല്യൂ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് കാണാം ലോഗിൽ ഇപ്പം E2 എന്നുള്ള ആ എൻവയോൺമെൻറ്റ് വാല്യൂ വന്നിരിക്കുന്നത്. അതുപോലെ സം URL ബേസ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പം കരേറ്റെ എൻവയോൺമെൻ്റ് ആയ E2 നിന്ന് പിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതേ ചേഞ്ച് റിപ്പോർട്ടിലും കൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. കാണാം ഇവിടെ സ്റ്റേ എന്നുള്ള മാറി E2 എന്നുള്ള വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റയിൽ വളരെ സിമ്പിളായിട്ട് എൻവയോൺമെൻറ്റ് സ്വിച്ച് ചെയ്ത് API ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.